എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മാർച്ച് 2025 രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Justice, Strength card, Knight of Cups, Fool cards, King of Cups, Three of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ നേടാനായിട്ട് പറ്റുന്നതോടൊപ്പം തന്നെ ഇതൊരു ജസ്റ്റിസ് എനർജി കർമ്മഫലത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കർമ്മഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ നമ്മൾ പറയില്ലേ, ന്യായത്തിൻ്റെയും നീതിയുടെയും ആയിട്ടുള്ള ആ ഒരു നിയമങ്ങൾ നമ്മൾ മനുഷ്യരായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി, അതായത് ലീഗലായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഫേവറിൽ കാര്യങ്ങൾ വരികയാണെങ്കിലും നമ്മുടെ മനസ്സിന്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന്, നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഫലം മറ്റു വഴികളിലൂടെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരാൾ ചിലപ്പോൾ എന്തെങ്കിലും മറ്റു വഴികളിലൂടെ, ഇപ്പോൾ മനുഷ്യർക്ക് കാണുന്ന രീതിയിൽ നോക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ, ലീഗൽ സിസ്റ്റം, അതുവഴി അവർക്ക് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാമെങ്കിലും നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം മുകളിലിരിക്കുന്ന ആൾ കാണുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ ആ ഒരു പ്രപഞ്ചശക്തി അതിനുള്ള കൃത്യമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ സിറ്റുവേഷൻസ് പലതരത്തിലുള്ള ഇമോഷണൽ നെഗറ്റീവ് സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ ഉണ്ടായേക്കാം. അതിനെയൊന്നും ഭയപ്പെടാതിരിക്കുക. ആ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ തരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ വഴിക്കല്ല പോകേണ്ടത് എന്നൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുക. ശരിയായിട്ടുള്ള നിങ്ങളുടെ വഴി ഏതാണോ ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഇല്ലാത്ത രീതിയിൽ, അതായത് മുന്നേറാൻ പറ്റുന്നൊരവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ, കാര്യങ്ങൾ ചെറിയ ചെറിയ തടസ്സങ്ങളല്ല, വലിയ രീതിയിൽ ഒരു തരത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സൂചനയും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം അത് നിങ്ങൾക്കുള്ള വഴിയല്ല എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകൾക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളായിട്ട് പ്രൊമോഷൻ ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് പ്രൊമോഷൻ വൈകുന്നത് മുന്നോട്ടേക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിലെ പൊസിഷനാണ് നിങ്ങൾക്കായിട്ട് ആ പ്രപഞ്ചശക്തി കാത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ വലിയൊരു പൊസിഷനിലേക്ക് എത്താനുള്ള അവസരമാണ് കാണിക്കുന്നത്. അത്രയും നല്ലൊരു പൊസിഷനിൽ നിങ്ങളുടെ ഗുഡ് കർമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വലിയ പൊസിഷൻ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ സ്ട്രെങ്ത് ആൻഡ് ഫുൾ കാർഡാണ്. വിശ്വാസം, അതായത് നമ്മൾ സ്വയമുള്ള വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പുറകോട്ടേക്ക് വലിക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക. പുതിയ തുടക്കം ജീവിതത്തിൽ വരുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ലൈഫിൽ പുതിയൊരു ജേണി നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ചിലപ്പോൾ നിങ്ങൾ റെഡിയായെന്ന് വരില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല നിങ്ങൾ റെഡിയാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സമയമായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഗെറ്റ് റെഡി. ഇപ്പോൾ ഒരു മാജിക് ഉണ്ട് എയറിൽ. ആ ഒരു മാജിക്ക് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ പല കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം. നിങ്ങൾ റെഡിയാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ റെഡിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ റെഡിയാണ്. മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. അതേപോലെ തന്നെ സ്വയം വിശ്വസിക്കുന്നതോടൊപ്പം ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒപ്പം ആ ഒരു ദൈവം നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി, ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചു കൊണ്ടുപോകാൻ നിങ്ങളിലുള്ള വിശ്വാസവും ആ ഒരു ദൈവത്തിലും പ്രപഞ്ചശക്തിയിലുമുള്ള നിങ്ങളുടെ വിശ്വാസം വളരെയധികം ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി, ദൈവാനുഗ്രഹം വളരെ കൂടുതലുള്ള സമയമാണ്. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സമയമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പാതി ദൈവം എന്നുള്ള രീതിയിലും വരുന്നത് കൊണ്ട് തന്നെ
എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് തീർക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് ആൻഡ് 3 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ ഈ 3 ഓഫ് വൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പല കാര്യങ്ങളും നിങ്ങൾ കുറച്ചധികം നാളായിട്ട് എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നു. മാനിഫെസ്റ്റേഷൻ ടൈമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നു, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നു. കൂടുതൽ പഠിക്കാൻ പറ്റിയ സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പരിശ്രമിച്ചാൽ അതിന് നിങ്ങൾ പരിശ്രമിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. എന്ന് വെച്ചിട്ട് തീരെ ഒട്ടും പരിശ്രമിക്കാത്തവർക്ക് അതിൻ്റെ ഫലമൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾ സ്വയം അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അവസരമാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ കോഴ്സ് പഠിത്തമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. അല്ലാത്തവരെ സംബന്ധിച്ച് ചില ബന്ധങ്ങളിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് മാറുന്നു. ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ളവർ മാരീഡ് ആവുന്നതോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആവുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ളവർ വീണ്ടും സിംഗിൾ ലെവലിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആവാം. അപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് മാറുന്നുണ്ട് ചില ആളുകൾക്ക്. വിവാഹം പോലുള്ള കാര്യങ്ങളാവാം. വിവാഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിതത്തിലുള്ള മാറ്റങ്ങളാവാം. അതായത് വിവാഹമോചനവും ആവാം. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഇഷ്ടപ്പെടാത്തൊരു മാരേജിലാണ് എങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുന്നൊരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻസ്, പുതിയ നേട്ടങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടുണ്ടാകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. അതായത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന പറ്റിയ സമയമാണ്. പഴയ ജോലി ക്വിറ്റ് ചെയ്ത് പുതിയ ജോലിയിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എവിടെയാണോ, ജീവിതം എവിടെയാണോ, എങ്ങോട്ടേക്കാണോ ജീവിതം നിങ്ങളെ കൊണ്ടുപോകുന്നത് അതിൽ നിന്ന്, അതായത് ഒരു പ്രണയം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം നിങ്ങളെ എങ്ങോട്ടേക്കാണോ കൊണ്ടുപോകുന്നത് അതുവഴി സഞ്ചരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ചില ആളുകൾ കുറച്ചധികം പ്രണയം, അതായത് സ്നേഹം, പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാതെ നിൽക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെ ആവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പ്രണയം വളരെ തീരെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺറിയലിസ്റ്റിക് ആണ് എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തം ചിന്തകളും വിചാരങ്ങളുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സും ഇതിലൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് വ്യക്തിക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷനാണ്. ലൈഫിൽ എന്താണ് എന്ത് ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് മാറ്റമാണ് ജീവിതത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത്, ആ തരത്തിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റ് ഫേസിൽ എത്തി നിൽക്കുന്നവർ ഇനി അടുത്ത് തന്നെ റിട്ടയർ ആവും എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നവർ തീരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥാനക്കയറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടായതിനു ശേഷമായിരിക്കും നിങ്ങൾ റിട്ടയർ ആവുന്നത്. അത് തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ജസ്റ്റിസ് എനർജി ആൻഡ് ഫൂൾ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന സമയമാവാം ചില ആളുകൾ. അതായത് നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ മാറി നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന കാര്യത്തിലായിരിക്കില്ല ഇനി വിശ്വസിക്കുക. അല്ലെങ്കിൽ വിശ്വാസിയല്ലാത്ത ഒരാൾ വിശ്വാസിയായി മാറുന്നതാവാം, ദൈവവിശ്വാസിയാവാം, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്തെങ്കിലും ഒരു പ്രത്യേക മായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വിശ്വാസം കൊണ്ടുവരുന്നു എന്നുള്ളതാവും. സ്വയം വിശ്വസിക്കുന്നതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച്
വീട്ടിലെ കാര്യങ്ങളും മറ്റും ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നുണ്ട്. പുറത്തൊക്കെ ഇറങ്ങി നടക്കുക, സഞ്ചരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആ ഒരു ശീലമൊന്നും ഇല്ലാത്ത ചില ആളുകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് സോഷ്യലി ആക്റ്റീവ് ആവുന്ന സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.